ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ്, അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം വൈകുന്നേരം ഇപ്പം നല്ല മഴയാണ് കേട്ടോ. 4 മണിയൊക്കെ ആയിട്ടുള്ളൂ, പക്ഷെ നല്ല ഇരുട്ടൊക്കെ ആയിട്ട് നല്ല മഴയാണ് വൈകുന്നേര സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കൊള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും കൊള്ളിയും പിന്നെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കട്ടൻ ചായ കേട്ടോ വൈകുന്നേരം ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടൻ ചായക്ക് വെച്ചിട്ടുണ്ട്. കാന്താരി മുളകിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ കാന്താരി മുളക് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. അത് കാരണം നമ്മുടെ സാധാ പച്ചമുളകിൻ്റെ തന്നെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ 2 കൊള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുവിധം വലിപ്പത്തിലാണ് കേട്ടോ നന്നാക്കിയേക്കണത്. പിന്നെ അതൊന്ന് വേവിക്കാനിടുന്നുണ്ട് കേട്ടോ. കുക്കറിലാണ് കേട്ടോ ഇട്ട് വേവിക്കണത്. പിന്നെ കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. 2-3 വിസിൽ ഞാൻ കേൾപ്പിച്ചായിരുന്നു കേട്ടോ. 2-3 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് വെന്തത്. പെട്ടെന്ന് വെന്തായിരുന്നു കേട്ടോ. 3-4 വിസിൽ കേട്ടപ്പോഴേക്കും നന്നായിട്ട് വെന്തായിരുന്നു. അപ്പോൾ ഓരോ കിഴങ്ങിനും പല ടൈപ്പാണെന്ന് തോന്നുന്നു എനിക്ക് വേവുള്ളത്. ഇത് 3-4 വിസിൽ കേട്ടപ്പോഴേക്കും വെന്തായിരുന്നു. കുറച്ചധികം തന്നെ വെന്തായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അത് വിസിൽ കറക്റ്റ് എത്രയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് കാരണം ഞാൻ കുറച്ചൊരു ഊഹത്തിനൊരു 3-4 വിസിലായപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തു നോക്കിയപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് വേണ്ട ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒരു മിക്സിയുടെ ജാറുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിയും പച്ചമുളകും ഉപ്പിട്ട് ഒരുമിച്ച് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കല്ലിലാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ ഈ പച്ചമുളകും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. മിക്സിയിലാകുമ്പോൾ നല്ലോണം ചതഞ്ഞ് കിട്ടും നമുക്ക്. ഇതിലാകുമ്പോൾ മുളകൊന്നും അധികം അങ്ങോട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഈ ഒരു പാകത്തിന് ഞാൻ എടുത്തായിരുന്നു. ഞാൻ ചതച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമുണ്ട് ഇതിൽ ഉപ്പുപൊടിയും പിന്നെ വെളിച്ചെണ്ണയാണ് ചേർക്കണത്. പച്ച വെളിച്ചെണ്ണ തന്നെ ചേർക്കാം കേട്ടോ, ഓയിലൊന്നും ചേർക്കരുത്. പച്ച വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ കൊള്ളിയും റെഡി ആയിട്ടുണ്ട്, ഉള്ളിച്ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലിട്ടൊക്കെ അടിക്കുമ്പോൾ ഉള്ളിയാണ് മുളകാണെങ്കിൽ നല്ലോണം അരയും. ഇതിപ്പോൾ കുറച്ച് മുളക് നന്നായിട്ട് ചതഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കടിക്കുമ്പോഴേക്കും നമുക്ക് മുളക് പെട്ടെന്ന് വായിലോട്ട് തന്നെ ഒരു എരിവുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കൊള്ളിയും അതേപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇതായിരുന്നു കേട്ടോ, ചൂട് കട്ടൻ ചായയും പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരത്തേക്ക്. അപ്പോൾ കൊള്ളിയും കട്ടൻ ചായ ആയിരുന്നു വൈകുന്നേരം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.